1948 ജനുവരി 27 ഗാന്ധി അവസാനമായി സന്ദർശിച്ചത് ഡൽഹിയിലെ മെഹ്റോളിയിലെ ഖ്വാജ ഖുത്ബുദ്ദീൻ ബക്തിയാറിൻ്റെ ദർഗയാണ്. അന്നവിടെ ദർഗയിൽ ഉറൂസ് നടക്കുന്ന സന്ദർഭമാണ്. കലാപത്താൽ കലുഷിതമായിരുന്ന അന്തരീക്ഷമാണ് ആ ദിവസങ്ങളിൽ ഡൽഹിയിലുണ്ടായിരുന്നത്. ഗാന്ധി അവിടെ ചെല്ലുകയും അവിടെ അശരണരായി ഒത്തുകൂടിയ മനുഷ്യരോട് സംസാരിക്കുകയും ചെയ്ത് ബിർള ഹൗസിലേക്ക് മടങ്ങിയതിന് ശേഷം തുടർന്ന് 3 ദിവസങ്ങളാണ് ഗാന്ധി ജീവിച്ചിരുന്നത്. 1948 ജനുവരി 13 മുതൽ 18 വരെ 5 ദിവസം ഗാന്ധി നിരാഹാരത്തിലായിരുന്നു. 12-ാം തീയതി തിങ്കളാഴ്ചയാണ് ഗാന്ധിയുടെ മൗനവ്രതത്തിൻ്റെ ദിവസമാണ്. മൗനവ്രതത്തിൻ്റെ ദിവസങ്ങളിൽ ഗാന്ധി പ്രാർത്ഥനായോഗങ്ങളിൽ പ്രസംഗിക്കാറില്ല. അദ്ദേഹം തനിക്ക് പറയാനുള്ളത് എഴുതി നൽകുകയും ആരെങ്കിലും അത് വായിക്കുകയുമാണ് ചെയ്യുക. 12-ാം തീയതി വൈകുന്നേരം പ്രാർത്ഥനായോഗത്തിലേക്ക് പോകുന്ന സമയത്ത് തൻ്റെ സഹായിയായിട്ടുള്ള ഡോക്ടർ സുശീല നെയ്യാർക്ക് അന്ന് വായിക്കേണ്ട പ്രസംഗഭാഗം ഗാന്ധി എഴുതി നൽകുകയുണ്ടായി. ആ പ്രസംഗം വായിക്കാൻ വേണ്ടി സുശീല നെയ്യാർ നോക്കുന്ന സമയത്താണ് പിറ്റേന്ന് രാവിലെ 8 മണിക്ക് ഗാന്ധി അനിശ്ചിതകാല നിരാഹാരം ആരംഭിക്കുന്നു എന്നവർ മനസ്സിലാക്കുന്നത്. അവർ എന്നല്ല, ആരും. അവർക്കത് തടയണമെന്നുണ്ട്. 78 വയസ്സ് പിന്നിട്ട് കഴിഞ്ഞൊരു മനുഷ്യനാണ്. 50 റാത്തിൽ തൂക്കം തികയാത്ത ഒരാളാണ്. ആരോ അന്ന് പറഞ്ഞതുപോലെ കനത്ത ഒരു കാറ്റടിച്ചാൽ പോലും നിലം പൊത്താവുന്ന അത്രയും ക്ഷീണിതമായ ശരീരമാണ്. പക്ഷേ മൗണ്ട് ബാറ്റൻ്റെയും ജിന്നയുടെ വരെയും അഭ്യർത്ഥനകളുണ്ടായിട്ടും ഗാന്ധിജി നിരാഹാരത്തിൽ നിന്ന് പിൻവലിഞ്ഞില്ല. 48 ജനുവരി 13 ഗാന്ധിയുടെ നിരാഹാരം ആരംഭിച്ചു. 5 ദിവസമാണ് ആ നിരാഹാരം നീണ്ടു നിന്നത്. 3 ആവശ്യങ്ങളാണ് ഗാന്ധി ഉന്നയിച്ചത്. അതിലൊന്ന് ഡൽഹിയിലെ മുസ്ലിങ്ങളെ വേട്ടയാടുന്നത് അവസാനിപ്പിക്കണം എന്നാണ്. ലാഹോറിൽ നിന്നും മറ്റു പലയിടങ്ങളിൽ നിന്നുമായി ഡൽഹിയിലേക്ക് കുടിയേറിയ വലിയ തോതിലുള്ള ഹിന്ദു അഭയാർത്ഥികൾ ഡൽഹിയിലെ പള്ളികളും മുസ്ലിങ്ങളുടെ വീടുകളുമൊക്കെ പലപ്പോഴായിട്ട് കൈയടക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. മുസ്ലിങ്ങളെ വേട്ടയാടുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. പട്ടാളത്തിന് അത് തടയാനോ ചെറുക്കാനോ ഒന്നും കഴിയാത്ത മട്ടിൽ പോലീസ് സംവിധാനവും പട്ടാളവും സംവിധാനവും വരെ വർഗീയമായ വിഭജനത്തിന് വിധേയമായി കഴിഞ്ഞിരുന്നു. 3 ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ച് ഗാന്ധി നിരാഹാരം ആരംഭിക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം ഈ കലാപം അവസാനിപ്പിക്കണം. ഡൽഹിയിലെ അന്യോന്യമുള്ള കൊല അവസാനിപ്പിക്കണം. അതിന് മുഴുവൻ ആളുകളും സന്നദ്ധരാവണം എന്നതായിരുന്നു. രണ്ടാമത്തേത്, വിഭജന സമയത്ത് റിസർവ് ബാങ്കിൻ്റെ വിഭജനത്തിൻ്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാന് കൊടുക്കാം എന്നേറ്റിരുന്ന തുകയിൽ നിന്ന് 55 കോടി രൂപ ഇന്ത്യ പാകിസ്ഥാന് നൽകാൻ ബാക്കിയുണ്ടായിരുന്നു. 48 സ്വാതന്ത്ര്യപ്രാപ്തിക്ക് തൊട്ടു പിന്നാലെ ഉണ്ടായ ഇന്ത്യ പാക് യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആ തുക നൽകേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് ഇന്ത്യ ഗവൺമെൻറ് എത്തിയിരുന്നു. പട്ടേൽ ആ തുക നൽകുന്നതിന് എതിരായിരുന്നു. നെഹ്റു അടക്കം ഏവരും പൊതുവെ അതിന് അനുകൂലമായിരുന്നു. ഗാന്ധിയുടെ രണ്ടാമത്തെ ആവശ്യം ആ തുക നൽകണം എന്നതായിരുന്നു. മൂന്നാമത്തെ ഗാന്ധിയുടെ ആവശ്യം മെഹ്റോളിയിലെ ഖ്വാജ ഖുത്ബുദ്ദീൻ ബക്തിയാറുടെ ദർഗയിലെ ഉറൂസ് നടത്തണം എന്നതായിരുന്നു. ഈ 3 ആവശ്യങ്ങൾ ഇന്ന് തിരിഞ്ഞു നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ വലിയ പ്രാധാന്യം കാണാൻ പറ്റും. അതൊന്ന് ആഭ്യന്തരമായ ഐക്യത്തിന് വേണ്ടിയാണെങ്കിൽ 2 അന്തർദേശീയമായ മര്യാദയ്ക്ക് വേണ്ടിയാണ്.
3 ഏറ്റവും പ്രാദേശികമായ ഒരു സഹഭാവത്തിനു വേണ്ടിയാണ് മെഹ്റോളിയിലെ ദർഗയിലെ ഉറൂസ് നടത്തുക എന്നത്. 5 ദിവസം ഗാന്ധി നിരാഹാരത്തിലായിരുന്നു. ഗാന്ധി മരണത്തിലേക്ക് നീങ്ങുന്നു എന്ന് ഏകദേശം ഉറപ്പായ സമയത്ത് സരോജിനി നായിഡു അതേക്കുറിച്ച് എഴുതുന്നുണ്ട്. മരണം വരെയുള്ള നിരാഹാരം എന്നത് ഇത്തവണ ഏതാണ്ട് അക്ഷരാർത്ഥത്തിൽ തന്നെ ശരിയായി തീരും എന്ന് അക്കാലത്ത് സരോജിനി നായിഡു എഴുതുന്നുണ്ട്. 17-ാം തീയതി ആവുമ്പോഴേക്കും ഡൽഹി വലിയ തോതിൽ ഗാന്ധിയുടെ ആരോഗ്യത്തെ ചൊല്ലി ഉത്കണ്ഠാകുലമായി തീരുന്നുണ്ട്. 18-ന് ഏതാണ്ട് 100-ലധികം സംഘടനകൾ, ഹിന്ദു മഹാസഭ, RSS, മുസ്ലിം ലീഗ്, മറ്റെല്ലാ സംഘടനകളും ചേർന്ന് അവയുടെയൊക്കെ പ്രതിനിധികൾ എഴുതി തയ്യാറാക്കിയ ഒരു എഗ്രിമെൻ്റ് ഗാന്ധിക്ക് സമർപ്പിക്കുകയും അന്യോന്യം ആക്രമിക്കില്ലെന്നും ഡൽഹിയിൽ കലാപം അവസാനിപ്പിക്കാൻ, അക്രമം ഉണ്ടാകാതിരിക്കാൻ ഉള്ള ഉത്തരവാദിത്വം തങ്ങളെല്ലാവരും ചേർന്ന് ഏറ്റെടുക്കുന്നു എന്ന് ഗാന്ധിയെ അറിയിക്കുകയും ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് 18-ന് ഗാന്ധി നിരാഹാരം പിൻവലിച്ചത്. വാസ്തവത്തിൽ ആ നിരാഹാര സമരമാണ് ഇന്ത്യയെ രക്ഷിച്ചത് എന്നാണ് ഞാൻ കരുതുന്നത്. ആ നിരാഹാരത്തിന് മുമ്പ് ഡൽഹി മാത്രമല്ല, ഇന്ത്യയിലെ ഭരണ സംവിധാനമാകമാനം കലാപത്താൽ കലുഷിതമായി തീർന്നിരുന്നു, വർഗീയമായി വിഭജിതമായി തീർന്നിരുന്നു. ആ വിഭജിതാവസ്ഥ സാർവത്രികമായ ഒരു കലാപം എന്നതിനപ്പുറം അതിഭീമമായ വിദ്വേഷത്തിലേക്ക് പടർന്നു കഴിഞ്ഞിരുന്നു. ആ വിദ്വേഷത്തിൽ നിന്ന് സാഹോദര്യ ഭാവനയുടെ ഒരു ലോകത്തേക്ക് ഇന്ത്യയെ മടക്കി കൊണ്ടുവന്നതിൻ്റെ കേന്ദ്രം വാസ്തവത്തിൽ ഗാന്ധിയുടെ ആ നിരാഹാരമായിരുന്നു. 18-ന് അദ്ദേഹം നിരാഹാരം അവസാനിപ്പിച്ചു. അടുത്ത ദിവസങ്ങളിലൊന്നും അദ്ദേഹത്തിന് പ്രാർത്ഥനായോഗത്തിലേക്ക് നടന്നു പോകാൻ പോലും കഴിയുമായിരുന്നില്ല. അടുത്ത ദിവസങ്ങളിലൊക്കെ അദ്ദേഹത്തെ ഒരു കസേരയിലിരുത്തി ആ കസേര അദ്ദേഹത്തിൻ്റെ സഹായികൾ തോളിലേറ്റിയിട്ടാണ് അദ്ദേഹത്തെ പ്രാർത്ഥനായോഗത്തിലേക്ക് കൊണ്ടുപോയത്. ഒരാഴ്ചയ്ക്ക് ശേഷം, ആരോഗ്യം വീണ്ടെടുത്തതിന് ശേഷം, ഗാന്ധി ആകെ ചെയ്ത ഒരു കാര്യം മെഹ്റോളിയിലെ ഈ ഉറൂസിൽ പങ്കെടുക്കുകയും അവിടെയുള്ള മനുഷ്യരോട് സാഹോദര്യത്തെക്കുറിച്ച്, സ്നേഹത്തെക്കുറിച്ച്, പങ്കുവയ്ക്കേണ്ട ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുകയുമാണ്. ഞാനിത് പറയാൻ കാരണം, ഗാന്ധിയുടെ പ്രവർത്തനങ്ങളിലേക്ക് നാം ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഗാന്ധി എന്താണ് ഇന്ത്യയിൽ ചെയ്തത്? ഗാന്ധി ധാരാളം പിഴവുകളുള്ള ഒരാളാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ പല നിലപാടുകളും ധാരാളമായി ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഗാന്ധിയെ മഹാത്മാവ് എന്ന് വിശേഷിപ്പിച്ച ടാഗോർ തന്നെയാണ് ബീഹാർ ദുരന്തം, ഭൂകമ്പത്തിൻ്റെ സന്ദർഭത്തിൽ അത് അയിത്തം ആചരിച്ചതിനുള്ള ദൈവശിക്ഷയാണ് എന്ന ഗാന്ധിയുടെ നിരീക്ഷണത്തെ അതിനിശിതമായി വിമർശിച്ചത്. അങ്ങനെ ധാരാളം വിമർശനങ്ങൾ അദ്ദേഹം പല ഘട്ടങ്ങളിലും ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ഇതിനെല്ലാം അപ്പുറം എന്തുകൊണ്ട് ഗാന്ധി എന്ന് ആലോചിച്ചാൽ 3 കാര്യങ്ങൾ വളരെ സവിശേഷമാണ് എന്ന് ഞാൻ കരുതുന്നു. അതിലൊന്ന്, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം 1920-കൾ വരെ വേരാഴ്ത്തി നിന്നത് മതാത്മകമായ ഒരു ദേശീയതാ സങ്കല്പത്തിലാണെങ്കിൽ ആ മതാത്മകതയിൽ നിന്ന് മതനിരപേക്ഷമായ ജനകീയമായ ഒരു ദേശീയതാ സങ്കല്പത്തിലേക്ക് ദേശീയ പ്രസ്ഥാനത്തെ വഴിതിരിച്ചു വിട്ടതിൻ്റെ കേന്ദ്രമായി ഗാന്ധി നിലകൊണ്ടു എന്നതാണ്. ഞാൻ അധികം വിസ്തരിക്കുന്നില്ല. ഇർഫാൻ ഹബീബിൻ്റെ ഒരു വാക്യം ഞാനിവിടെ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. ഇർഫാൻ എഴുതുന്നത്, അമൂർത്തമായ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾക്ക് പകരം മൂർത്തമായ ഭൗതിക പ്രശ്നങ്ങളിൽ നിന്ന് സമരം തുടങ്ങുക എന്ന തന്ത്രം ഇന്ത്യയിൽ ഏറ്റവും ആദ്യം സമർത്ഥമായി ആവിഷ്കരിച്ചത് ഗാന്ധിയായിരുന്നു എന്നതാണ്. അതുകൊണ്ടാണ് ചമ്പാരൻ ആദ്യത്തെ സമരമായത്. ചമ്പാരനിൽ ഗാന്ധി പറഞ്ഞത് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകണം എന്നല്ല, കർഷകർക്ക് വിളവിന് വില കിട്ടണം എന്നതാണ്. ഈ കർഷകരെന്ന ഒരു സോഷ്യൽ ഏജൻസി, പിന്നെ സ്വദേശി പ്രസ്ഥാനം വരുന്നു, ഉപ്പ് വരുന്നു, അയിത്തോച്ചാടനം വരുന്നു. ഇങ്ങനെ നിരവധിയായ സമരങ്ങളിലൂടെ അക്കാലം വരെ ഭാരതമാതാവായിരുന്ന ഭാരതമെന്ന മതാത്മകമായൊരു സ്വത്വസങ്കല്പത്തിൽ നിന്ന് മതനിരപേക്ഷമായ രാഷ്ട്രമെന്നതിലേക്ക് ഗാന്ധി ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തെ വഴിതിരിച്ചു വിട്ടു. ആ വഴിതിരിച്ച് വിടലാണ് തിലകനോ ലാലാ ലജ്പത് റായിയോ അല്ലെങ്കിൽ ബിപിൻ ചന്ദ്രപാലോ അല്ലെങ്കിൽ പണ്ഡിറ്റ് മദന മോഹന മാളവിയോ പോലുള്ള
മതാത്മക ഹിന്ദുത്വത്തിൻ്റെ പ്രതിനിധികളിൽ നിന്ന് മതനിരപേക്ഷ ഇന്ത്യ എന്ന ആശയത്തിലേക്ക് പിൽക്കാല ഇന്ത്യയെ കൊണ്ടുപോയത് എന്ന കാര്യം നാം ഇന്ന് ഓർക്കേണ്ടതുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ. ഹിന്ദു മഹാസഭയുടെ ആദ്യത്തെ പ്രധാനപ്പെട്ട 2 നേതാക്കളും കോൺഗ്രസിൻ്റെ സമുന്നതരായ നേതാക്കളാണ്. ഒന്നാമത്തേത് പണ്ഡിറ്റ് മദനമോഹന മാളവിയാണ്. രണ്ടാമത്തെ പ്രസിഡന്റ് ലാലാ ലജ്പത് റായിയാണ്. അതിനുശേഷം മൂന്നാമത്തെ പ്രസിഡന്റായ BS മൂഞ്ചെ ഗാന്ധി മുസ്ലിങ്ങളോട് കൂടുതൽ ആനുകൂല്യം കാണിക്കുന്നു എന്ന് വിമർശിച്ചുകൊണ്ട് കോൺഗ്രസ് വിട്ടുപോവുകയും ദേശീയ പ്രസ്ഥാനത്തിൽ നിന്ന് വഴിമാറുകയും ചെയ്ത ആളാണ്. ഗാന്ധി വെറുതെ ദേശീയ ഐക്യം മതനിരപേക്ഷത എന്ന് പറയുകയല്ല ചെയ്തത്, മറിച്ച് മുഴുവൻ മനുഷ്യരെയും സ്പർശിക്കുന്ന അടിസ്ഥാന പ്രശ്നങ്ങളിൽ നിന്ന് ഗാന്ധി സമരം തുടങ്ങി എന്നതാണ് പ്രധാന കാര്യം. അങ്ങനെ ദേശീയതയുടെ ഉള്ളടക്കത്തിൽ അവസാനത്തെ മനുഷ്യൻ്റെ ആവശ്യങ്ങളെയും ചേർത്ത് വയ്ക്കുന്ന നിലയിലേക്ക് ദേശീയതാ സങ്കല്പത്തെ പുനർവിഭാവനം ചെയ്തതിൻ്റെ കേന്ദ്രമായിരുന്നു ഗാന്ധി എന്നതാണ്. അത് വെറും ബ്രിട്ടീഷ് വിരുദ്ധത എന്നതിന് പകരം ഇന്ത്യയുടെ ദേശീയതാ സങ്കല്പത്തിനുള്ളിലേക്ക് ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യരെയും ചേർത്ത് വച്ചു എന്നതിലാണ് ഗാന്ധിയുടെ മൗലികമായ ഒരു പ്രാധാന്യം. രണ്ടാമത്തെ ഒരു കാര്യം, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കാതൽ ഹിന്ദു മുസ്ലിം ഐക്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന തിരിച്ചറിവാണ്. 1920കളിൽ ഖിലാഫത്തിനെ പിന്തുണച്ചതു മുതൽ 1940കളുടെ അവസാനം ഹിന്ദുസ്ഥാനി ആകണം ഇന്ത്യയുടെ ദേശീയ ഭാഷ എന്ന് വാദിച്ചിടം വരെ ഗാന്ധിയുടെ മുഖ്യമായ കൺസേൺസിലൊന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട കരുതലുകളിലൊന്ന് ഹിന്ദു മുസ്ലിം ഐക്യം എന്നൊരാശയമാണ്. ഇത് 2 രാജ്യങ്ങളല്ല, 2 സംസ്കാരങ്ങളല്ല, 2 രാഷ്ട്രസ്വരൂപങ്ങളല്ല, ഒരൊറ്റ ജീവിതക്രമമാണ് എന്ന് ഇന്ത്യക്കാരോട് പറഞ്ഞുകൊണ്ടേയിരിക്കുകയും കോടാനുകോടി മനുഷ്യരെ അത് ബോധ്യപ്പെടുത്തുകയും ചെയ്തു എന്നതാണ് ഗാന്ധിയുടെ രണ്ടാമത്തെ ഒരു പ്രാധാന്യം. മൂന്നാമത്തെ ഒരു കാര്യം, ഒരുപക്ഷെ ഇന്നും പരമപ്രധാനമായ ഒരു കാര്യം, വർഗീയതയ്ക്കെതിരെ ഗാന്ധി നടത്തിയ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ്. ഇർഫാൻ ഹബീബിൻ്റെ ഒരു വാക്യം കൂടി ഞാനിവിടെ പറയാം. എന്താണ് ഗാന്ധി അവശേഷിപ്പിക്കുന്ന സന്ദേശം, ഗാന്ധി നൽകുന്ന സന്ദേശം? ഇർഫാൻ ഹബീബ് പറയുന്നത്, നിർണായകമായ മുഹൂർത്തങ്ങളിൽ അടിസ്ഥാന മൂല്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്നതായിരുന്നു. ഗാന്ധിയെപ്പോലെ ആ തീരുമാനം എടുക്കാൻ കഴിഞ്ഞ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് സംശയമാണ്. ജിന്നയുമായുള്ള കൂടിക്കാഴ്ചയുടെ സന്ദർഭത്തിൽ ഗാന്ധി ജിന്നയോട് പറയുന്നുണ്ട്, കോൺഗ്രസിനെ നിങ്ങൾക്ക് അവിശ്വാസമാണ് എങ്കിൽ അതിന് ലളിതമായൊരു പരിഹാരമുണ്ട്, ജിന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവുക, ക്യാബിനറ്റ് അംഗങ്ങളെ മുഴുവൻ ജിന്ന തീരുമാനിക്കുക. അത്ര വരെ പറയാൻ കെൽപ്പുള്ള ഒരേ ഒരാളായിട്ട് അന്ന് ഗാന്ധിയാണ് ഉണ്ടായിരുന്നത്. ഈ 3 കാര്യങ്ങളിൽ, പ്രത്യേകിച്ചും അവസാന ദിവസങ്ങളിൽ സമ്പൂർണമായി പ്രീതി നഷ്ടപ്പെട്ട് സമ്പൂർണമായി മഹാഭൂരിപക്ഷം വരുന്ന അഭയാർത്ഥികളാലും വെറുക്കപ്പെട്ട ഒരാളായിരിക്കുന്ന സമയത്തും ഗാന്ധി ഈ മതനിരപേക്ഷത എന്ന ആശയത്തെ കൈവിട്ടില്ല. അതിനുവേണ്ടി അദ്ദേഹം നിലകൊള്ളുകയും ആ നിലകൊള്ളൽ തൻ്റെ ജീവിതം തന്നെ ബലിയർപ്പിച്ചുകൊണ്ടുള്ള ഒന്നാക്കി അദ്ദേഹം മാറ്റി തീർക്കുകയും ചെയ്തു. ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, 48 ജനുവരി 30 ഗാന്ധിക്ക് നേരെ നടന്ന ആദ്യത്തെ വധശ്രമമല്ല. നമുക്കൊക്കെ അറിയാം, 1917 ചമ്പാരനിൽ വെച്ച് ഗാന്ധി ആക്രമിക്കപ്പെടുന്നുണ്ട്. തുടർന്ന് 48 ജനുവരി 30 വരെ 6 തവണ ഗാന്ധിക്കെതിരെ വധശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ 4 വധശ്രമങ്ങളിലും പങ്കാളിയായ ഒരാളാണ് നാഥുറാം വിനായക് ഗോഡ്സെ. 1934 പൂന കോർപ്പറേഷൻ ഹാളിൽ ഗാന്ധി പ്രസംഗിക്കാൻ ചെല്ലുന്ന കാറ് ഗാന്ധിയുടേതാണെന്ന് കരുതി ഒരു കാറിന് നേരെ ബോംബെറിയുന്നുണ്ട്. ആ കാറിൽ അല്ലായിരുന്നു ഗാന്ധി എന്നതുകൊണ്ടാണ് ഗാന്ധി പിന്നെയും ജീവിച്ചത്. കത്തി എരിഞ്ഞുപോയ ആ കാറിൻ്റെ അവശിഷ്ടം പാറ്റ്നയിലെ ഗാന്ധി മ്യൂസിയത്തിൽ ഇപ്പോഴും നിങ്ങൾക്ക് കാണാൻ പറ്റും. 1944 സേവാഗ്രാമിൽ നിന്ന് ജിന്നയെ കാണാൻ കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി പുറപ്പെട്ട ഗാന്ധിയെ ഗോഡ്സെയുടെ നേതൃത്വത്തിലുള്ള സംഘം തടയുകയും കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. 1944 സെപ്റ്റംബറിൽ ഗാന്ധിക്ക് നേരെ പഞ്ച്കനിയിൽ വച്ച് പിന്നെയും ഒരു വധശ്രമം നടക്കുന്നുണ്ട്. ഇത് 2ലും ഗോഡ്സെ ഉണ്ട്. 1946 ജൂൺ 29 ഗാന്ധി സഞ്ചരിച്ചിരുന്ന ട്രെയിൻ അട്ടിമറിക്കാൻ, പാളം തെറ്റി അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അത് ആ ട്രെയിനിൻ്റെ ഡ്രൈവർ കൃത്യമായി മുൻകൂട്ടി മനസ്സിലാക്കിയത് കൊണ്ടാണ് ആ അട്ടിമറി ശ്രമം
പാഴാകാതിരുന്നത്. അതിന് പിറ്റേന്ന് ഗാന്ധി പറയുന്നുണ്ട്, ഇതുവരെ 7 വധശ്രമങ്ങളിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു. 2 സൗത്ത് ആഫ്രിക്കയിലെയാണ്, അതുകൂടി ചേർത്തിട്ടാണ് ഗാന്ധി 7 എന്ന് പറയുന്നത്. 7 വധശ്രമങ്ങളിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു. വധശ്രമത്തിൻ്റെ പിടിയിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു. ഞാൻ ഇപ്പോഴും മരിക്കാൻ സന്നദ്ധനല്ല. 125 വർഷക്കാലം ഞാൻ ജീവിക്കും എന്ന് ഗാന്ധി പറയുന്നുണ്ട്. എന്നാൽ 1947 ഒക്ടോബർ 2 ഗാന്ധിയുടെ 78ാം ജന്മദിനത്തിന് ആശംസകളുമായി എത്തിയ ആളുകളോട് ഗാന്ധി പറഞ്ഞ വാക്യം, ജീവിച്ചിരിക്കുന്നതിൽ ഞാൻ ലജ്ജിക്കുന്നു എന്നാണ്. എനിക്ക് അഭിനന്ദനങ്ങളല്ല വേണ്ടത്, എനിക്ക് അനുശോചനമാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ നൽകേണ്ടത്. സമ്പൂർണ്ണമായി പരാജിതനായൊരു മനുഷ്യനാണ് ഞാൻ എന്ന് ഗാന്ധി അന്ന് കരുതുന്നുണ്ട്. എങ്കിലും ഈ പരാജിത സ്ഥാനത്ത് നിന്നും ഗാന്ധി പിൻവാങ്ങിയില്ല. താൻ പരാജയപ്പെട്ടു എന്ന് കരുതുന്ന സ്ഥലത്തു നിന്നും ഗാന്ധി വീണ്ടും സമരമുഖത്തേക്ക് വരികയും അദ്ദേഹം നവഖാലിയിലേക്ക് പോവുകയും, നവഖാലിയിൽ ഗാന്ധി നടക്കാതിരിക്കാൻ വേണ്ടി ഗാന്ധി നടക്കുന്ന വഴികളിൽ കുപ്പിച്ചില്ലും അതുപോലെ മനുഷ്യ വിസർജ്യവുമൊക്കെ വിതറുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഗാന്ധി അതിനോട് പ്രതികരിച്ചത്, അന്നുവരെ ചെരുപ്പിട്ട് നടന്നിരുന്ന ഗാന്ധി പിറ്റേന്ന് മുതൽ ചെരുപ്പിടാതെ നടക്കാൻ തീരുമാനിച്ചുകൊണ്ടാണ്. അങ്ങനെ ചെരുപ്പിടാതെ കാല് മുറിഞ്ഞ് അതിലൂടെ നടന്ന് അതിനെയും മറികടന്നാണ് അദ്ദേഹം 47 സെപ്റ്റംബർ 9-ാം തീയതി ഡൽഹിയിൽ എത്തിച്ചേരുന്നത്. 144 ദിവസമാണ് ഗാന്ധി ഡൽഹിയിൽ അവസാനം ജീവിച്ചത്. മരണത്തിൻ്റെ തലേന്ന് രാത്രി ഗാന്ധി മനുവിനോട് അന്ന് പ്രാർത്ഥനായോഗത്തിൽ വരാതിരുന്നതിനെക്കുറിച്ച് പറയുന്ന സമയത്ത് ഗാന്ധി എന്തുകൊണ്ടാണ് വരാതിരുന്നത് എന്ന് മനു വിശദീകരിക്കുന്നുണ്ട്. അത് മരുന്ന് തയ്യാറാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഗാന്ധി പറയുന്നുണ്ട്, നാളേക്കുള്ള മരുന്ന് നാളെ മതി, നാളെ ആരാണ് ബാക്കിയുണ്ടാവുക എന്ന് ആർക്കറിയാം. പിന്നീട് ഗാന്ധി മനുവിനോട് പറഞ്ഞൊരു വാക്യം ഏതാണ്ട് ഇങ്ങനെയാണ്, ഞാൻ രോഗാതുരനായിട്ടാണ് മരിക്കുന്നതെങ്കിൽ ഞാനൊരു കപട മഹാത്മാവായിരുന്നു എന്ന് നിങ്ങൾ ലോകത്തോട് പറയണം. അതിൻ്റെ പേരിൽ നിങ്ങൾ ലോകത്തിൻ്റെ പഴികേട്ടേക്കും, പക്ഷേ പറയണം ഞാനൊരു ഹിപ്പോക്രാറ്റ് മഹാത്മാ. അതാണ് അദ്ദേഹം ഉപയോഗിച്ച വാക്ക്, കപട മഹാത്മാവായിരുന്നു. മറിച്ച് കഴിഞ്ഞ ആഴ്ചയിൽ എന്ന പോലെ എൻ്റെ നെഞ്ചിന് നേരെ ആരെങ്കിലും നിറയൊഴിക്കുകയോ എനിക്ക് നേരെ ആരെങ്കിലും ബോംബെറിയുകയോ അല്ലെങ്കിൽ എനിക്ക് നേരെ ആരെങ്കിലും നിറയൊഴിക്കുകയോ ചെയ്യുകയും ചുണ്ടിലൊരു ഞരക്കം പോലും ഇല്ലാതെ രാമനാമത്തോടെ ഞാനത് ഏറ്റുവാങ്ങുകയും ചെയ്യുകയാണെങ്കിൽ ഞാനൊരു യഥാർത്ഥ മഹാത്മാവായിരുന്നു എന്ന് ലോകത്തോട് പറയണം. 29ാം തീയതി രാത്രി 9 മണികെട്ടം. പിന്നെ ഗാന്ധി 20 മണിക്കൂർ കൂടിയാണ് ജീവിച്ചിരുന്നത്. വൈകിട്ട് 5:10 അദ്ദേഹം പുറപ്പെടുന്നു. 5:10 പുറപ്പെടുന്ന സമയത്ത് ആഭ വന്ന് പറയുന്നുണ്ട്, കത്തിയവാറിൽ നിന്ന് 2 പേര് കാണാൻ വന്നിരിക്കുന്നു, എന്താണ് അവരോട് പറയേണ്ടത്? ഗാന്ധി പറഞ്ഞു, പ്രാർത്ഥനയ്ക്ക് ശേഷം മൈതാനത്ത് ഗാന്ധി നടക്കുന്ന സമയമുണ്ട്, ആ നടക്കുന്ന വേളയിൽ കാണാം എന്ന് പറയൂ. അടുത്ത വാക്യം ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ എന്നുകൂടി അദ്ദേഹം 5:10 പറയുന്നുണ്ട്. 5:17 ആ ജീവിതം അവസാനിച്ചു. നമ്മൾ ഇന്ന് ഗാന്ധിയെ ഓർക്കുമ്പോൾ ഗാന്ധി പൗരാണികമായ ഒരു സ്മരണയുടെ പേരൊന്നുമല്ല. ഗാന്ധി എന്താണ്, ഞാൻ അവസാനിപ്പിക്കുകയാണ്, ഗാന്ധി എന്താണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്? ഇർഫാൻ ഹബീബിൻ്റെ ഒറ്റ വാക്യത്തിൽ അത് സംഗ്രഹിക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. അത് നിർണായകമായ സന്ദർഭങ്ങളിൽ അടിസ്ഥാന മൂല്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യരുത് എന്നതാണ്. ബാക്കിയെല്ലാം ഗാന്ധി നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ടേയിരുന്ന ആളാണ്. ഒരു ഡിമാൻഡും അദ്ദേഹം അന്തിമമാണ് എന്ന് പ്രഖ്യാപിക്കാറില്ല. അതിന് ഒത്തുതീർപ്പുകൾക്ക് ധാരാളം സാധ്യതകൾ അവശേഷിപ്പിച്ചുകൊണ്ട് എല്ലായ്പ്പോഴും ഒത്തുതീർപ്പുകളിൽ സെറ്റിൽ ചെയ്യാവുന്ന മുദ്രാവാക്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഗാന്ധി മുന്നോട്ട് പോയിട്ടുള്ളത്. അങ്ങനെ ഒരാൾ പക്ഷേ അവസാന മുഹൂർത്തത്തിലേക്ക് എത്തുന്ന സമയത്ത് വിട്ടുവീഴ്ചയില്ലാതെ ഇന്ത്യക്ക് ഗാന്ധി നൽകിയ ഏറ്റവും വലിയ പാഠം എന്ത് എന്നുള്ള ചോദ്യത്തിന് ഞാൻ കരുതുന്നത് മതത്തെ ചൊല്ലിയുള്ള, മതമൂല്യങ്ങളെ ചൊല്ലിയുള്ള ഒരു രാഷ്ട്രഭാവനയെയും നാം വകവെച്ചു കൊടുത്തുകൂടാ എന്നതാണ്. ഒരു വാക്യം ഞാൻ പറയാം, ഗാന്ധിയുടെ ഒരു പ്രധാന വാക്യമാണ്, ഒരു രാജ്യത്തിലെ 100% മനുഷ്യരും ഒരു മതത്തിൽപ്പെട്ടവരാണെങ്കിലും രാഷ്ട്രത്തിന് മതമുണ്ടായിക്കൂടാ. ഇതിന്ന് ഓർക്കേണ്ട ഒരു വാക്യമാണ്, രാഷ്ട്രത്തിന് മതമുണ്ടായിക്കൂടാ. ഈ രാഷ്ട്രത്തെ ഒരു മതരാജ്യമാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടക്കുകയും അശോകൻ്റെ ധർമ്മസിംഹങ്ങൾ നമ്മുടെ പുതിയ പാർലമെൻറ്റിന് മുകളിൽ രൗദ്രസിംഹങ്ങളായി തീരുകയും ഹിമവത് വിന്ധ്യാചല മധ്യദേശത്തെ കാണൂ ശമമേ ശീലിച്ചെഴും ഇത്തരം സിംഹത്തിന് എന്ന് ഗാന്ധിയെക്കുറിച്ച്
വള്ളത്തോൾ എഴുതിയതിന് പകരം രൗദ്രസിംഹങ്ങൾ ഹിംസയുടെ അട്ടഹാസം മുഴക്കുന്ന സമയത്ത് നമ്മൾ ഓർക്കേണ്ട കാര്യം, ഒരു മതരാഷ്ട്രം എന്നത് ഈ രാജ്യത്ത് 100-ൽ 100 പേരും ഒരു മതത്തിൽപ്പെട്ടവരായാലും ഉണ്ടായിക്കൂടാ എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മരണത്തിലേക്ക് നീങ്ങിയ ഒരാളായിരുന്നു ഗാന്ധി. 5:17 അദ്ദേഹം വെടിയേറ്റ് വീഴുമ്പോൾ, ഇപ്പോൾ നമ്മൾ 6 മണിയോടടുക്കുന്നു, 5:17 അദ്ദേഹം വെടിയേറ്റ് വീഴുമ്പോൾ ഈ ഒരാശയത്തെയാണ് ഒരു പക്ഷേ ഗാന്ധി ഭാവിക്ക് വേണ്ടി പ്രക്ഷേപിച്ച ഏറ്റവും മഹിമയുറ്റ ആശയം എന്നാണ് ഞാൻ കരുതുന്നത്. അത് പാലിക്കാൻ, അതിനുവേണ്ടി നിലക്കൊള്ളാൻ, അതിനെ ഒരു ഓർമ്മയായി കൊണ്ടു നടക്കാൻ, അതിനെ ഒരു പ്രവൃത്തിയാക്കി മാറ്റാൻ നാമക്ക് ഉത്തരവാദപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഗാന്ധി സ്മൃതിയുടെ അന്തിമമായ അർത്ഥം എന്നാണ് ഞാൻ കരുതുന്നത്. നമസ്കാരം. ഗാന്ധിജിയുടെ രാമരാജ്യ സങ്കല്പം ഇപ്പോൾ ഹിന്ദു രാജ്യമായിട്ട് സങ്കല്പിക്കപ്പെടുന്നുണ്ടല്ലോ, അതിനെപ്പറ്റി? ഗാന്ധി രാമരാജ്യം എന്ന് പറഞ്ഞത്, ഗാന്ധിയെ സംബന്ധിച്ച് രാമൻ ആരാണെന്നുള്ളതിന് ഗാന്ധി നൽകുന്ന ഒരു വിശദീകരണമുണ്ട്. അതേക്കുറിച്ചൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളാവാം. ഗാന്ധി പറഞ്ഞ വാക്യം ഇതാണ്: എൻ്റെ രാമൻ അയോധ്യയിലെ രാജാവല്ല, എൻ്റെ രാമൻ സീതാപതിയല്ല, എൻ്റെ രാമൻ ദശരഥപുത്രനല്ല, എൻ്റെ രാമൻ എൻ്റെ മനസ്സിലെ സത്യബോധത്തിൻ്റെ പേരാണ് എന്നാണ് ഗാന്ധി കരുതിയത്. അതുകൊണ്ട് ഗാന്ധിയുടെ രാമൻ എന്ന് പറയുന്നത് നിങ്ങളിന്ന് കവലതോറും കാണുന്ന, ആരുടെ നെഞ്ചിന് നേരെയോ കൊലച്ചവച്ച അസ്ത്രവുമായി കാത്തു നിൽക്കുന്ന ഹിംസയുടെ പ്രതീകമായി തീർന്ന ഒരു രാമനെയല്ല, ഗാന്ധിയുടെ സത്യബോധമാണ് ഗാന്ധി രാമനെന്ന് പേരിട്ട് വിളിച്ചത്. അത് അതേ രാമനാണ് എന്ന് നമ്മളായിട്ട് പറഞ്ഞുറപ്പിക്കരുത്. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് എൻ്റെ തോന്നൽ. ഇപ്പോൾ ഈ അടുത്താണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി VBG റാംജി എന്ന് പേര് മാറ്റപ്പെട്ടത്. ഈ പ്രതിഷേധങ്ങളെല്ലാം ഇപ്പോൾ പോസ്റ്ററുകളിലേക്ക് മാത്രമായി ചുരുങ്ങുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? ഗാന്ധി സ്മൃതികൾ കേവലം സ്മൃതികളായി തുടരുകയാണ്, കുറച്ചുകഴിയുമ്പോൾ അതും ഇല്ലാതായേക്കാം. അല്ല, ഗാന്ധി സ്മൃതിയായി മാത്രം കെട്ടുപോകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും ആഴത്തിൽ വേറുള്ള ഒരു സ്മരണയാണ് ഗാന്ധി എന്ന് പറയുന്നത്. ഗാന്ധി ഒരു ഓർമ്മയേക്കാൾ കൂടുതൽ ഗാന്ധി ഒരു പ്രവൃത്തി കൂടിയാണ് എന്ന് ഞാൻ കരുതുന്നു. കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് ഇന്ത്യക്കാർ ഏറ്റവും കൂടുതൽ തിരിച്ചറിയാനും ഓർമ്മിക്കാനും തുടങ്ങിയ 2 കാര്യങ്ങളെക്കുറിച്ചാണ്. ഒന്ന് ഗാന്ധിയെക്കുറിച്ചാണ്, മറ്റൊന്ന് ഭരണഘടനയെക്കുറിച്ചാണ്. ഈ 2 ഓർമ്മകൾക്കുള്ള കാരണം അത് വേറെ വാൾട്ടർ ബെഞ്ചമിൻ പറയുന്നുണ്ട്. എന്താണ് ഈ ചരിത്രം? അത് ആപത്തിൻ്റെ നിമിഷങ്ങളിൽ നാം നമ്മുടെ മനസ്സിലൂടെ മിന്നിമായുന്ന ഓർമ്മകളെ കയ്യെത്തിപ്പിടിക്കലാണ് ചരിത്രം എന്ന് വാൾട്ടർ ബെഞ്ചമിൻ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്. ഇന്നങ്ങനെ നമുക്ക് കയ്യെത്തിപ്പിടിക്കാവുന്ന ഏറ്റവും പ്രധാനമായ ഓർമ്മ സംശയരഹിതമായും ഗാന്ധിയുടെ ഓർമ്മയാണ്. അതിനെ പ്രവൃത്തിയാക്കി മാറ്റുക എന്നുള്ളത് വാസ്തവത്തിൽ നമ്മളൊക്കെ ചേർന്ന് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിലൂടെയാണ് ഗാന്ധി സ്മൃതി അർത്ഥപൂർണമാവുക. അത് നാം മറ്റാർക്കെങ്കിലും കൊടുക്കരുത്, മറ്റാരോ ചെയ്യട്ടെ എന്ന് കരുതരുത്. നാം ചെയ്യേണ്ടത് നമ്മുടെ മുന്നിൽ അരങ്ങേറുന്ന വർഗീയതയുടെ ഏത് സന്ദർഭത്തോടും വിട്ടുവീഴ്ചയില്ലാതെ പൊരുതി നിൽക്കാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട് എന്ന് നാം ഓർക്കുന്നതിൻ്റെ പേരാണ് ഗാന്ധി സ്മൃതി. അങ്ങനെ ഓർക്കാനായിട്ട് നാമൊക്കെ ബാധ്യതപ്പെട്ടിരിക്കുന്നു. ഗാന്ധിജിയെ മറക്കാതിരിക്കാൻ വേണ്ടിയാണ് മാന്നാനത്ത് ഒരു യൂണിവേഴ്സിറ്റി നിർമ്മിച്ചപ്പോൾ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി എന്ന് പേരിട്ടത്. എന്നാൽ ഇന്ന് ഈ ഒരു കാലഘട്ടത്തിൽ ആരും മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി എന്ന് പറയാറില്ല, എല്ലാവരും MG യൂണിവേഴ്സിറ്റി എന്നാണ് പറയുന്നത്. ചരിത്രം വളച്ചൊടിക്കപ്പെടുന്ന ഈ ഒരു കാലഘട്ടത്തിൽ സാറിനെ പോലുള്ള പ്രഭാഷകരിലൂടെയാണ് നമ്മൾ ഗാന്ധിജിയെ ഓർക്കുന്നതും ഗാന്ധിജി മാഞ്ഞു പോകാതിരിക്കുന്നതും. ചരിത്രത്തിൽ നിന്നും ജീവിതത്തിൽ നിന്നും ഗാന്ധിജിയെ മറക്കാതിരിക്കാൻ, ഗാന്ധിജി മറന്നു പോകാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അല്ല, ഗാന്ധി എന്ന് പറയുന്നത് പല പടവുകളുള്ളൊരു ജീവിതമാണ് ഗാന്ധിയുടെ, ഒരു നിലയ്ക്കല്ല. ആശീഷ് നന്ദി 5 തരം ഗാന്ധികളെക്കുറിച്ച് പറയുന്നുണ്ട്. നമ്മുടെ ഔദ്യോഗിക ഗാന്ധി, നോട്ടുകളിലും റിപ്പബ്ലിക് ദിനത്തിലുമൊക്കെ ഓർമ്മിക്കപ്പെടുന്ന ഗാന്ധി, ഗാന്ധിയന്മാരുടെ ഗാന്ധി, ഭരണ സംവിധാനത്തിൻ്റെ ഗാന്ധി എന്നിങ്ങനെ ഗാന്ധിയെ അദ്ദേഹം പല നിലകളിൽ വിശദീകരിക്കുന്നുണ്ട്. ഒരുപക്ഷെ നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ ഓർക്കേണ്ടത് 1946 മുതൽ 48 വരെ ജീവിച്ച ഗാന്ധിയാണ്. അത് ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്. ഒരുപക്ഷെ ഗാന്ധി സ്മരണയിൽ കാര്യമായി വന്നിട്ടില്ലാത്തൊരു ഗാന്ധിയാണ്. നവകാലിയിൽ ഒറ്റയ്ക്ക് നടക്കുന്ന ഒരു ഗാന്ധിയാണ്. ജിന്നയോട് പ്രധാനമന്ത്രിയാവണം എന്നാവശ്യപ്പെടുന്ന ഒരു ഗാന്ധിയാണ്. വെടിയേറ്റ് വീഴുന്നത് നല്ലതായിരിക്കുമെന്ന് സ്വയം കരുതുന്ന ഒരു ഗാന്ധിയാണ്. തൻ്റെ രക്തസാക്ഷിത്വം കൊണ്ട് ഈ ലോകത്തെ, ഈ ഇന്ത്യയെ രക്ഷിച്ചെടുക്കാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്ന മറ്റൊരു ഗാന്ധിയെ നമുക്ക് 1946-48 കാലത്ത് കാണാം. വാസ്തവത്തിൽ ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് മറ്റാരുടെയെങ്കിലും ദൗത്യമല്ല. ഗാന്ധിയിലേക്ക് തിരിഞ്ഞു നോക്കുന്നത് ഗാന്ധി അവസാനത്തെ എല്ലാ ശരികളും പറഞ്ഞു വെച്ചു എന്ന നിലയ്ക്കുമല്ല, മറിച്ച് ഇന്ത്യ രൂപപ്പെടുത്തിയ, ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം,
ബുദ്ധൻ മുതലാരംഭിക്കുന്ന ഇന്ത്യയുടെ ഒരു ബദൽ പാരമ്പര്യമുണ്ട്. അത് ബ്രാഹ്മണ്യത്തിൻ്റെ താർക്കികതയോടും അതിൻ്റെ സിദ്ധാന്തവാശിയോടുമൊക്കെ എതിരിട്ടിട്ട് സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയുമായ ഒരു വഴിയെ, ഒരു സമാന്തരമായ, ഒരു കീഴാളമായ ഒരു ബദൽ സാംസ്കാരിക ധാരയായി ബുദ്ധന മൈത്രി എന്ന് വിളിച്ച, നാരായണഗുരു അനുകമ്പ എന്ന് വിളിച്ച, ഗാന്ധി അഹിംസ എന്ന് പറഞ്ഞ ഒരു വലിയ ധാര നമുക്കുണ്ട്. അത് ബുദ്ധനിൽ തുടങ്ങി മധ്യകാല ഭക്തി കവികളിലും സൂഫി പ്രസ്ഥാനത്തിലും ശ്രീരാമകൃഷ്ണ പരമഹംസനിലും നമ്മുടെ നാരായണ ഗുരുവിലും രമണ മഹർഷിയിലും ഒക്കെ ഒഴുകിയ ആ ധാരയുടെ അവസാനത്തെ പേരാണ് വാസ്തവത്തിൽ ഗാന്ധി എന്നാണ് ഞാൻ കരുതുന്നത്. ഗാന്ധി ഒറ്റയ്ക്കൊരാളുടെ പേരല്ല, അത് ചരിത്രത്തിലെ ഒരു ബദൽ വഴി 20-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ പ്രകാശപൂർണമായി നിന്നതിൻ്റെ വലിയ പേരുകളിൽ ഒന്നാണ്. അത് കാരുണ്യത്തെ, സഹാനുഭാവത്തെ അത് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ മൂല്യമാക്കി മാറ്റിയ ഒരാളുടെ പേരാണ്. നിശ്ചയമായും അത് നാം പരിശീലിക്കേണ്ടതുണ്ട്. നാം വെറുപ്പിന് കീഴടങ്ങില്ല എന്നത് നാം തന്നെ ലോകത്തോട് പറയണം. ഇന്ന് ഫാഷിസം വരുന്നത് നമ്മൾ കരുതുന്നത് പോലെ ഭരണകൂട രൂപമായിട്ട് മാത്രമൊന്നുമല്ല. ഫാഷിസം നമ്മുടെ ജീവിത പരിസരത്ത് വേര് പിടിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപം നമുക്കിടയിൽ പടരുന്ന വെറുപ്പാണ്. നമുക്കിടയിൽ വിതയ്ക്കപ്പെടുന്ന വെറുപ്പാണ്, വിദ്വേഷമാണ്. ഈ വിദ്വേഷത്തിനും വെറുപ്പിനുമെതിരെയുള്ള നമ്മുടെ സ്നേഹാനുഭവത്തിൻ്റെ വലിയ പ്രകാശനമായി കൂടി ഗാന്ധിയെ മാറ്റണം. ഒരു വാക്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. പാവങ്ങൾ അവസാനിക്കുന്ന സമയത്ത് ജിൽവാൽജിൻ പറയുന്ന ഒരു വാക്യമുണ്ട്. മരിയൂസിനോടും കൊസത്തിനോടുമായി പറയുന്ന ഒരു വാക്യം ഇങ്ങനെയാണ്: ഓൾവേസ് ലവ് ഈച്ച് അതർ, ഓൾവേസ് ലവ് ഈച്ച് അതർ, നത്തിങ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ലവ് ഇൻ ദിസ് വേൾഡ്. In this world, only thing that matters in this world is love. എല്ലായ്പ്പോഴും അന്യോന്യം സ്നേഹിക്കുക. ഈ ലോകത്ത് ആദരണീയമായി ഒരു കാര്യമേ ഉള്ളൂ, അത് സ്നേഹമാണ്. സ്നേഹം ഒരു രാഷ്ട്രീയ മൂല്യമാണ്. വിദ്വേഷം ഒരു രാഷ്ട്രീയ മൂല്യമാണ്. വിദ്വേഷം ഫാസിസ്റ്റുകളുടെ രാഷ്ട്രീയ മൂല്യമാണ്. സ്നേഹം ജനാധിപത്യത്തിൻ്റെ രാഷ്ട്രീയ മൂല്യമാണ്. ആ മൂല്യത്തെ ഉയർത്തിപ്പിടിക്കാൻ നമുക്കൊക്കെ ബാധ്യതയുണ്ട്. അത് നമ്മുടെ ഗാന്ധി സ്മരണയുടെ ഏറ്റവും പ്രധാനമായ ഒരാവിഷ്കാരമാകാനും സാധ്യതയുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. നമസ്കാരം.